നമുക്കറിയാം ലോകത്തിൽ എവിടെ ഭൂമി കുലുങ്ങിയാലും കേരളക്കാർക്ക് പെട്ടെന്നൊരു മാനസാന്തരം ഉണ്ടാകും. ഇവിടെ ഉണ്ടാകും എന്നാണ് അവർ പറയുന്നത്. പക്ഷേ കേരളക്കാരോട് ഞാൻ ഒരു കാര്യം പറയാം. തൽക്കാലം നമ്മുടെ കേരളത്തിൽ ഇനിയും അടുത്ത കാലത്തും ഒരു ഭൂമി കുലുക്കം ഉണ്ടാകാൻ സാധ്യതയില്ല. ഉണ്ടായാലും വളരെ മൈന്യൂട്ടായിരിക്കുന്ന വല്ലമേ സാധിക്കുള്ളൂ. അങ്ങനെ ഭൂമി കുലുങ്ങി കേരളത്തിന് എന്തെങ്കിലും ഒരു നാശം അടുത്ത കാലത്തെങ്ങും ഉണ്ടാകുമെന്ന് ആരും വിശ്വസിക്കേണ്ട. കാരണം എന്താണെന്നറിയാമോ? എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവമുണ്ട്. 2020 കൊറോണ സമയത്താണ്, കൊറോണയുടെ പീക്ക് സമയത്താണ് ഒരു ദിവസം രാത്രി ഒരു 10 മണിയായപ്പോഴ് കർത്താവ് എന്നെ തട്ടി ഉണർത്തി പറഞ്ഞാൽ ഞാൻ ഉറങ്ങിയിട്ടില്ല, അങ്ങോട്ട് ഉറങ്ങാൻ കിടന്നുള്ളൂ. തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു, ഇതാ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. 8.1 റിക്ടർ സ്കെയിലിലെ തീവ്രതയുള്ള ഒരു ഭൂചലനം ഇവിടെ ഉണ്ടാകാൻ പോവുകയാണെന്ന് പറഞ്ഞു. 8.1 റിക്ടർ സ്കെയിലിലെ തീവ്രതയുള്ള ഒരു ഞാൻ അത് അങ്ങനെ മയക്കത്തിലാണ്. ഞാൻ പെട്ടെന്ന് അത് കേട്ടു. ആട്ടോ ഞാൻ പ്രാർത്ഥിക്കാം എന്നുള്ള വിചാരത്തിൽ അങ്ങനെ ഉറക്കത്തിൻ്റെ വഴിയിലേക്ക് ഞാൻ കടന്നുപോയി, ഉറങ്ങി. ഒരു 12 മണിയായപ്പോൾ വീണ്ടും എന്നെ ആരോ തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു, എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. 8.1 തീവ്രതയുള്ള അസാധാരണമായിരിക്കുന്ന ഒരു ഭൂമി കുലുക്കം ഈ ദേശത്തുണ്ടാകാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ സമയം 12 കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞാൻ വിശ്വാസികളേക്ക് ഒന്ന് വിളിച്ചാലോ, അവരെല്ലാം പറയും ഞാൻ പട്ടനാന്ന് പറയും. അതുകൊണ്ട് എന്താണ്, പെന്തക്കോസ്ത് അനുഭവത്തിലുള്ളവരെ പറ്റി ഞാൻ പറയുന്നത്, ഒന്ന് പ്രാർത്ഥിക്കണം, ഈ വിഷയത്തിൽ പ്രാർത്ഥിക്കണമെന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എന്താണ്, ഞാൻ വിളിച്ച് പറഞ്ഞാൽ ഉറക്കം തിരുന്ന് അവരെ വിളിച്ചതിന് അവരെന്നെ പരിഹസിക്കുകയും, ഞാൻ പറഞ്ഞു വിശ്വാസികളെ പറ്റി പാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ളവരെ അവർ പരിഹസിക്കുകയും ഇവന് തലയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് പറയും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ആരെയും വിളിച്ചില്ല. അപ്പോൾ എനിക്കൊരു ഉറപ്പ് കിട്ടിയടാ, എന്നോടല്ലേ ദൈവം പറഞ്ഞത്, എന്നോട് ദൈവം പറഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ദൈവം ആ കാര്യങ്ങൾക്ക് പരിഹാരം വരുത്തുമെന്ന് ഞാൻ വിശ്വസിച്ചു. ഞാൻ വളരെ സൂക്ഷ്മതയോടും വിശ്വാസത്തോടും തീവ്രതയോടും കൂടെ ആ രാത്രികാലം പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, അത് സംഭവിച്ചില്ല. സംഭവിക്കാത്തത് കൊണ്ട് അത് സംഭവിക്കാതിരുന്നു കൂടാ എന്നുണ്ടോ? ഇല്ല. എന്നാൽ എന്താണ്, നമ്മുടെ കർത്താവ് സർവ്വശക്തിയുള്ള ദൈവമായിരിക്കാൽ അവന് വരുവാനിരിക്കുന്ന അനർത്ഥങ്ങളെ തൻ്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുക്കുകയും അവരുടെ പ്രാർത്ഥനയുടെ മുമ്പിൽ അവരതിനെ മാറ്റിക്കളയുകയും ചെയ്യുന്നുള്ള സത്യം നിങ്ങൾ ആത്മാവുള്ളവരെങ്കിലും വിശ്വസിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് വരും കാലങ്ങളിൽ കേരളത്തിൽ ഒരു ഭൂമി കുലുക്കം മുഖാന്തരമുള്ള കഷ്ടങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്ന് ഞാൻ ആ ഒരു കാര്യത്തിൽ പറയുന്നു. ഉണ്ടാകണമെങ്കിൽ അന്ന് ഉണ്ടാകണമായിരുന്നു. 8.1 തീവ്രത വന്നു കഴിഞ്ഞാൽ പിന്നെ കേരളമില്ല. ഇവിടെ ഒരു വീടും കാണത്തില്ല, ഒരു കെട്ടിടവും കാണത്തില്ല, ഒരു പാലവും കാണത്തില്ല, ഒരു ഡാമും കാണത്തില്ല. അത്രയ്ക്ക് ഭയാനകമായിരിക്കും. എന്നാൽ ദൈവം വിശ്വാസികളുടെ ദൈവമക്കളുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ദേശത്തെ കാക്കുന്നുവെന്ന് വിമർശിക്കുന്നവരും യേശുക്രിസ്തു നാമത്തിൽ വിശ്വസിക്കുന്ന ഉപദേശമാരെ പരിഹസിക്കുന്നവരും അറിയേണ്ടതിന് ഞാൻ ഇത് നിങ്ങളുടെ മുമ്പിൽ പ്രസിദ്ധപ്പെടുത്തുകയാണ്.